ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്കതിന് അരപ്പ് റെഡിയാക്കാം. അല്ലെങ്കിൽ ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് 4 ചുവന്നുള്ളിയും കൂടെ എടുത്തുകൊണ്ട് 3 കഷ്ണം വെളുത്തുള്ളി, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ 3 മാങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് വലിയ സൈസ് മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മാങ്ങ നമ്മൾ പഴുത്ത മാങ്ങ, ഇത് തൊലിയൊക്കെ കളഞ്ഞാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മാങ്ങ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ ഈ നടുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഈ 2 സൈഡ് നമ്മൾ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലിപ്പമുള്ള മാങ്ങയായിട്ടാണ്. ചെറിയ മാങ്ങയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സ്വല്പം കൂടി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ അത് വേവണം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറെല്ലാം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അരപ്പൊഴിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ തേങ്ങയൊക്കെ ഇട്ടതിൻ്റെ ഒരു പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്ക് തൈരിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് വെറുതെ അടിച്ചെടുത്തേക്കുക. അതാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അരപ്പിട്ട് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം, തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനിപ്പം പുളിയെല്ലാം പാകമാണെന്ന് നോക്കണം. നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഒരു താളിപ്പും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്കിതിനൊരു താളിപ്പ് കൊടുക്കാം. നമുക്ക് അതിനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. നമുക്കതിലേക്ക് ഒരു 4 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 ഉണക്കമുളക്,
ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ഒരു മണം കിട്ടാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കളർ ഇട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനതിൽ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് താളിപ്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു പുളിശ്ശേരിയാണിത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതേപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.